ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ്. അതിലാദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിമാലയ മൗണ്ടൻസിനെ പറ്റിയിട്ട് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയൻ മൗണ്ടൻ്റെ ഒറിജിനെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് ഫോം ചെയ്തത്? അപ്പോൾ അതിന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. സോ എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഭൂമിയെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ ഭൂമി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭൂമിയെ നമുക്ക് 3 ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? ഒന്ന്, ഏറ്റവും പുറത്ത് കാണുന്ന ഭാഗം, നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ക്രസ്റ്റ് എന്നാണ്. ഇതാണ് ക്രസ്റ്റ്. ഓക്കെ, ഏറ്റവും പുറത്ത് നമ്മൾ ഈ കാണുന്ന ഭാഗമാണ് എന്ത്? ക്രസ്റ്റ്. അതിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് മാൻറ്റിൽ. അത് കഴിഞ്ഞ് ഏറ്റവും നടുക്ക് കാണപ്പെടുന്ന ഭാഗമാണ് കോർ. അങ്ങനെ നമുക്ക് ഭൂമിയെ എന്ത് ചെയ്യാൻ പറ്റും? 3 ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും പുറത്ത് കാണുന്ന ക്രസ്റ്റ്, നടുക്ക് കാണുന്ന ഭാഗം മാൻറ്റിൽ, അതിൻ്റെ ഏറ്റവും അകത്ത് കാണുന്ന ഭാഗമാണ് എന്ത്? കോർ എന്ന് പറയും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ട്, ഓക്കെ, ഏതൊക്കെയാണ്? ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ട്, കൊണ്ട് അപ്പർ മാൻറ്റിൽ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? ഈ ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ടിനെയും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് ലിത്തോസ്ഫിയർ. എന്തുവാണ്? ലിത്തോസ്ഫിയർ. അപ്പോൾ എന്താണ് ലിത്തോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിത്തോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ പുറത്ത് കണ്ട ക്രസ്റ്റ്, അതിനോടൊപ്പം തന്നെ അപ്പർ പാർട്ട് ഓഫ് മാൻറ്റിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന ഭാഗം, ഈ പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ലിത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പാറകൾ എന്നാണ്. നമ്മൾ താമസിക്കുന്നതൊക്കെ ഈ ലിത്തോസ്ഫിയറിൻ്റെ മുകളിലാണ്. ഈ ലിത്തോസ്ഫിയറിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. എന്താണ്? അസ്തനോസ്ഫിയർ. അങ്ങനെ നമുക്ക് ഭൂമിയിൽ 2 ഭാഗങ്ങൾ പഠിച്ചു. ഒന്ന്, ഏറ്റവും പുറത്ത് കാണുന്ന ലിത്തോസ്ഫിയർ, താഴെ കാണുന്ന അസ്തനോസ്ഫിയർ. ഇനി അടുത്ത പോയിന്റ്, ഈ ലിത്തോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഭാഗം അല്ല, മറിച്ച് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഫ്രാഗ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഫ്രാഗ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഷ്ണങ്ങൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു മുട്ട, എഗ്ഗ്, ഇതിന് നമ്മൾ വേവിച്ചു അല്ലേ, ബോയിൽ ചെയ്ത എഗ്ഗിനെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തു. നമ്മൾ ആ എഗ്ഗിൻ്റെ ഷെല്ലോടുകൂടി അല്ലെങ്കിൽ മുട്ടത്തോടുകൂടി തറയിൽ വെച്ചിട്ട് 2-3 തട്ട് തട്ടുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ മുട്ടത്തോട് പൊട്ടി പല പല ഫ്രാഗ്മെൻറ്റുകളായിട്ട്, കഷ്ണങ്ങളായിട്ട് ഇരിക്കും. സത്യത്തിൽ നമ്മുടെ ഈ ഭൂമിയുടെ അപ്പർ പാർട്ടും ഇതുപോലെ എന്താണ്? പല പല കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ആ കഷ്ണങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹിമാലയം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? പ്ലേറ്റ് ടെക്ടോണിക്സ് അറിഞ്ഞിരിക്കണം. അല്ല എന്താ പറഞ്ഞത്? ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ടും കൂടി ഒരു ഭാഗമുണ്ട്, അതാണ് ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയർ പല പല കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഈ ലിത്തോസ്ഫിയറിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൺവെക്ഷൻ കറണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെള്ളം ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് നിങ്ങൾ ചൂടാക്കുക, തിളപ്പിക്കുക, നമുക്ക് കാണാൻ പറ്റും ഈ അകത്ത് നിന്ന് വെള്ളത്തിൻ്റെ ഭാഗങ്ങൾ ബബിൾസ് ഒക്കെ എന്ത് ചെയ്യും? മുകളിലോട്ട് ഇങ്ങനെ ഉയർന്നു വരും നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇതുപോലെ ഈ പറയുന്ന മാൻറ്റിലും ഇതൊരു സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലായിരിക്കുന്നത്. അതൊന്നും കേട്ട് പേടിക്കേണ്ട. സംഭവം നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലാവ എന്ന് പറയുന്ന സാധനം. ലാവ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അല്ലേ? ലിക്വിഡും അല്ല, എന്നാൽ സോളിഡും അല്ല, ഒരു പേസ്റ്റ് പോലെ ഇരിക്കുന്ന ഭാഗം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ലിത്തോസ്ഫിയറിലെ താഴെയുള്ള അസ്തനോസ്ഫിയർ ഇരിക്കുന്നത്. അപ്പോൾ ഈ നടുക്കുള്ള ഭൂമിയുടെ ഔട്ടർ കോർ ഇന്നർ കോർ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇത്രയും ചൂട് കാരണം എന്ത് ചെയ്യും? ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കൺവെക്ഷൻ കറണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? കൺവെക്ഷൻ കറണ്ട്. ഇനി ഇതിപ്പോൾ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ അസ്തനോസ്ഫിയർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാരണം മുകളിലുള്ള ലിത്തോസ്ഫിയർ ഞാൻ പറഞ്ഞു പല പല കഷ്ണങ്ങളായിട്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ കഷ്ണങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം? ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്. കണ്ടോ ഇവിടെ പ്ലേറ്റ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? അങ്ങനെ എന്ത് വിളിക്കാം? ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കാം. അപ്പോൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നമ്മുടെ ഭൂമിയെ നമുക്ക് 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രസ്റ്റ്, മാൻറ്റിൽ, കോറ്. അതിൽ ഈ പുറത്തുള്ള ക്രസ്റ്റും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും കൂടെ ഒരു സോളിഡായിട്ട് പാറകളൊക്കെ കൊണ്ടായിരിക്കുന്നത്. അതിനെ വിളിച്ച പേര് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് താഴെ കാണുന്നത് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? ഇതിനകത്താണ് എന്തുള്ളത്? മാഗ്മ ഉള്ളത്. എന്തുള്ളത്? MAGMA, മാഗ്മ. ഈ മാഗ്മയാണ് ഭൂമിയുടെ പുറത്ത് അഗ്നിപർവ്വതത്തിൽ കൂടെയൊക്കെ പുറത്തു വരുന്നത്. ഈ മാഗ്മയിൽ എന്ത് സംഭവിക്കും? കൺവെക്ഷൻ കറണ്ട് സംഭവിക്കും. എന്ത് സംഭവിക്കും? കൺവെക്ഷൻ കറണ്ട് അഥവാ ഈ മൂവ്മെൻറ്റ് സംഭവിക്കും.
ഈ മൂവ്മെന്റ് കാരണം പുറത്തുള്ള ലിത്തോസ്ഫിയർ എങ്ങനെയായിരിക്കുന്നത്? ഫ്രാഗ്മെന്റ് ആയിട്ടായിരിക്കുന്നത് അല്ലെ, കഷ്ണങ്ങളായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കഷ്ണങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. അങ്ങനെ 3 തരം മൂവ്മെന്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പ്ലേറ്റുകൾ പരസ്പരം ദൂരേക്ക് പോകും. ഇവിടുത്തെ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പരസ്പരം അകന്നകന്നു പോകും. അങ്ങനെ പരസ്പരം അകന്നകന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് മാർജിൻ. ഓക്കെ, എന്താണ്? ഡൈവേർജന്റ് മാർജിൻ. ഇനി പ്ലേറ്റുകൾ പരസ്പരം ഇങ്ങനെ അടുത്തോട്ട് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺവേർജന്റ് മാർജിൻ. എന്താണ്? കൺവേർജന്റ് മാർജിൻ. ഇനി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോം മാർജിൻ, അല്ലെങ്കിൽ എന്താണ് ഷിയർ എന്ന് പറയും. തൽക്കാലം എന്ത് പറയുക? ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറയാം. അങ്ങനെ 3 തരം പ്ലേറ്റ് മൂവ്മെന്റുകളാണ് നമുക്ക് മൊത്തത്തിലുള്ളത്. ഏതൊക്കെയാണ് പ്ലേറ്റ് മൂവ്മെന്റ്? ഒന്ന്, കൺവേർജന്റ് മാർജിൻ. പ്ലേറ്റ് എന്ത് ചെയ്യും? ടുവേർഡ്സ് ഈച്ച് അതർ അല്ലെ, അടുത്തടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടാമത് കാണുന്നതാണ് കൺവേർജന്റ് മാർജിൻ. ഇപ്പോൾ നമ്പർ ഒന്നിട്ടേക്കാണെങ്കിലും മാറിപ്പോകും. ഇനി ഡൈവേർജന്റ് മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ, കണ്ടോ, ദൂരേക്ക് പോകുന്നു. മൂന്നാമത്തെയാണ് എന്ത്? ട്രാൻസ്ഫോം മാർജിൻ അല്ലെങ്കിൽ ഷിയർ മാർജിൻ. അവിടെ എന്ത് ചെയ്യും? പ്ലേറ്റുകൾ പരസ്പരം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും. ഇനി ഇങ്ങനത്തെ മൂവ്മെന്റുകൾ കാരണം നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള ലാൻഡ് ഫോമുകൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു അല്ലെ, കൺവേർജന്റ് മാർജിൻ സംഭവിച്ചു. അതായത് ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വരുന്നു, ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് വരുന്നു. രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയിൽ ഉള്ള സ്ഥലം, ഇതിനിടയിലുള്ള ലാൻഡിന്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ലാൻഡിന്റെ ഭാഗം എന്ത് ചെയ്യും? മുകളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യും. മുകളിലോട്ട് എന്ത് ചെയ്യും? അപ്ലിഫ്റ്റ്. ഇവിടെ കണ്ടോ, ഈ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു. തൽക്കാലം ഇവിടെ ശ്രദ്ധിക്കുക. പ്ലേറ്റുകൾ പരസ്പരം അടുത്തോട്ട് വന്നു, തമ്മിൽ കൂട്ടിയിടിച്ചു, നടുക്കതാ കണ്ടോ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. ഇതെന്താണ്? ഇതൊരു മൗണ്ടനാണ്. ഈ മൗണ്ടന്റെ പേരാണ് ഹിമാലയൻ മൗണ്ടൻ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും? പലതരം ലാൻഡ് ഫോമുകൾ ഉണ്ടാകും. നമുക്കിനി നമ്മുടെ ഹിമാലയൻ മൗണ്ടന്റെ ഫോർമേഷനിലോട്ട് വരാം. ഇപ്പോൾ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. എന്താ പറഞ്ഞത് ഒന്നുകൂടി പറയാം. നമ്മുടെ ഭൂമിയുടെ പലതരം ലാൻഡ് ഫോം ഉണ്ടായതിന് പിന്നിലുള്ള കഥയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. അതിൽ പറഞ്ഞത് ഭൂമിക്ക് 3 ഭാഗമുണ്ട്. അതിലെ ക്രസ്റ്റും മാൻഡിലിന്റെ അപ്പർ പോർഷനും കൂടി ചേർത്താണ് ലിത്തോസ്ഫിയർ. അതിന് മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ലിത്തോസ്ഫിയറിന് താഴെയുള്ളത് അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയർ ഇങ്ങനെ ഒരുമിച്ച് ഒറ്റയടിക്ക് നിൽക്കത്തില്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്ന കാരണം അതിൻ്റെ മുകളിലുള്ള പ്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ, പ്ലേറ്റ് ഫ്രാഗ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും. മൊത്തം എത്ര തരം മൂവ്മെന്റ് ഉണ്ട്? 3 തരം മൂവ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, പ്ലേറ്റുകൾ ദൂരേക്ക് പോയാൽ അത് ഡൈവേർജന്റ് മാർജിൻ, അടുത്ത് വന്നാൽ അത് കൺവേർജന്റ് മാർജിൻ, സ്ലൈഡ് ചെയ്ത് പോയാൽ അത് ട്രാൻസ്ഫോം മാർജിൻ. അത് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് കൺവേർജന്റ് മാർജിൻ. കാരണം കൺവേർജന്റ് മാർജിൻ കാരണമാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് ഉണ്ടാകും. ഇനി മൗണ്ടൻ ഉണ്ടായ കഥയിലോട്ട് നമുക്ക് പോവാം. ശ്രദ്ധിച്ചോ. ഏതാണ്ട് 225 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ, 225 മില്യൺ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ ലിത്തോസ്ഫിയർ പ്ലേറ്റ് ഒക്കെ പരസ്പരം ചേർന്നിരിക്കുകയായിരുന്നു. അതായത് അന്ന് നമ്മുടെ ഭൂമിയിൽ ആകപ്പാടെ ഒരു കോണ്ടിനെന്റും ഒരു ഓഷനും മാത്രമേ ഉണ്ടായിരുന്നു. കോണ്ടിനെന്റ് എന്ന് വെച്ചാൽ അറിയാലോ, ലാൻഡിന്റെ ഭാഗവും, ഓഷൻ എന്ന് വെച്ചാൽ കടൽ. അപ്പോൾ 225 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ എത്ര കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു? ഒരെണ്ണം. അതിൻ്റെ പേരാണ് പാൻജിയ. PANGEA, പാൻജിയ. ഇനി അതിന് ചുറ്റും ഒരു കടലുണ്ടായിരുന്നു. ആ കടലിൻ്റെ പേരാണ് എന്ത്? പാന്തലാസ. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടേ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, പക്ഷെ അറിഞ്ഞിരിക്കുക, നല്ലതാണ്. നമുക്ക് അറിഞ്ഞു പഠിച്ചാൽ കാര്യങ്ങൾ ഈസിയാവും. ഇങ്ങനെയുള്ള ഈ പ്ലേറ്റ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അതായത് ഏതാണ്ട് 220 വർഷങ്ങൾക്ക് മുമ്പ്, പഴയ കാര്യമല്ലേ പറയുന്നത്, അപ്പോൾ കുറഞ്ഞൊരു വർഷം. അപ്പോൾ ഏതാണ്ട് 220 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായപ്പോൾ ഈ കോണ്ടിനെന്റ് ഉണ്ടല്ലോ, ഇത് നടുക്ക് വെച്ച് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. നടുക്ക് വെച്ച് ഇത് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. 2 ഭാഗമായിട്ട് മാറി. ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും. ഇതിൽ ഒന്നാമത്തെ ഭാഗത്തിന് വിളിച്ച പേരാണ് ലോറേഷ്യ. എന്താണ്? LAURASIA, ലോറേഷ്യ. അല്ലെ അതിനെ വിളിച്ച പേര് അങ്കാര ലാൻഡ്. താഴെയുള്ള രണ്ടാമത്തെ ഭാഗത്തിന് വിളിച്ച പേരാണ് ഗോണ്ട്വാന ലാൻഡ്. എന്തുവാണ്? ഗോണ്ട്വാന ലാൻഡ്. ഇനി ശ്രദ്ധിക്കണേ. ഈ ഗോണ്ട്വാന ലാൻഡിനകത്താണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയും ഓസ്ട്രേലിയയും സൗത്ത് അമേരിക്കയും അന്റാർട്ടിക്കയും ഒക്കെ ഉണ്ടായിരുന്നത്. ഇനി ഇതിനിടയിൽ ഒരു കടലുണ്ടായിരുന്നു. ആ കടലിന്റെ പേരാണ് തെത്തിസ്. ഓക്കെ, തെത്തിസ്. ഈ ഭാഗത്തായിട്ട് ഒരു കടലും ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്ലേറ്റുകൾ എന്ത് ചെയ്തു? വീണ്ടും ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ഇങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മാറി. അങ്ങനെ ബ്രേക്ക് ചെയ്ത് മാറി അതിലോട്ട് നമ്മൾ പിന്നെ പോകും. നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യത്തിലോട്ട് വരും. അങ്ങനെ ഈ ഗോണ്ട്വാന ലാൻഡ് ബ്രേക്ക് ചെയ്ത് മാറിയ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗത്തിനെ വിളിച്ച പേരാണ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. ഈ കാണുന്ന ഭാഗം. അടുത്ത് മുകളിൽ ഈ ലോറേഷ്യ ബ്രേക്ക് ചെയ്ത് മാറിയൊരു ഭാഗമുണ്ട്. അതിൻ്റെ പേരാണ് യുറേഷ്യ.
URASIA യുറേഷ്യൻ പ്ലേറ്റ് ഈ പറയുന്ന ഭാഗം. അതിനിടയിൽ ഉണ്ടായിരുന്ന കടൽ എന്താണ്? കടലിൻ്റെ പേര് തെത്തിസ്. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ പറയുന്ന യുറേഷ്യൻ പ്ലേറ്റിനും ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും പരസ്പരം അടുത്തേക്ക് വന്നു. അതായത് എന്ത് സംഭവിച്ചു? ഇവർക്കിടയിൽ എന്തുണ്ടായി? കൺവേർജന്റ് മാർജിൻ ഉണ്ടായി. എന്തുണ്ടായി? കൺവേർജന്റ് മാർജിൻ ഉണ്ടായി. ഈ രണ്ട് പ്ലേറ്റും പരസ്പരം അടുത്തേക്ക് വന്നു. അപ്പോൾ അതിനിടയിൽ ഉണ്ടായിരുന്ന കടലിൻ്റെ പേരെന്തായിരുന്നു? തെത്തിസ്. ഈ തെത്തിസ് എന്ത് ചെയ്തു? രണ്ട് പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്തപ്പോൾ ഈ തെത്തിസിയുടെ ഭാഗം എന്ത് ചെയ്തു? മുകളിലോട്ട് ഉയർന്ന് ഒരു വലിയ മൗണ്ടൻ അവിടെ ഉണ്ടായി. കണ്ടോ? ഈ പറയുന്ന രണ്ട് പ്ലേറ്റും പരസ്പരം ചേർന്നപ്പോൾ അതിനിടയിൽ ഉണ്ടായിരുന്ന ഭാഗമാണ് ഇതുപോലൊരു മൗണ്ടനായിട്ട് മാറിയത്. അപ്പോൾ തെത്തിസ് എന്ന് പറയുന്ന സി ആണ് ഇങ്ങനെ മുങ്ങിപ്പോയത്. ഈ പറഞ്ഞ മൗണ്ടനെ വിളിച്ച പേരാണ് എന്ത്? നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്തത്? ഹിമാലയൻ മൗണ്ടൻ ഫോം ചെയ്തത്. ഇങ്ങനെ ഹിമാലയൻ മൗണ്ടൻ ഉണ്ടായപ്പോൾ അതിന് ഇവിടെ ഒരു താഴ്ന്ന ഭാഗം ഉണ്ടായില്ലേ? ഈ താഴ്ന്ന ഭാഗത്തിൽ ഈ പറഞ്ഞ നദികളിൽ നിന്നുള്ള മണ്ണ് വീണാണ് എന്ത് ചെയ്തത്? നമുക്ക് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ഉണ്ടായത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അങ്ങനെ എന്ത് ഫോം ചെയ്തു? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് ഹിമാലയൻ ഫോം ചെയ്ത കഥ. ഓക്കെ, ദ റോക്ക് ലെയർ അലോങ് ദ കൺവേർജന്റ് ബൗണ്ടറി ഗെറ്റ് ഫോൾഡഡ് ഡ്യൂ ടു കംപ്രഷൻ ഓഫ് ദ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ഫോൾഡ് മൗണ്ടൻ. ഓക്കെ, ദ ഹിമാലയ ഇസ് എ ഫോൾഡ് മൗണ്ടൻ. കാരണം മടങ്ങി ഉണ്ടായതുകൊണ്ട് അതിനെ എന്ത് വിളിച്ചു? ഫോൾഡ് മൗണ്ടൻ, അല്ലെങ്കിൽ മടക്ക് പർവ്വതം ഉണ്ടായി. ആരൊക്കെ തമ്മിൽ ചേർന്നതാ? ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലാണ് ചേർന്നത്. അതായത് ഏതാണ്ട് 150 to 160 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായി സംഭവിച്ചത്. കണ്ടോ? ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റും ഈ പറയുന്ന പ്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അത് സദൺ ഹെമിസ്ഫിയറിലായിരുന്നു. അത് മൂവ് ചെയ്തു, തമ്മിൽ തട്ടി, അപ്ലിഫ്റ്റ് ചെയ്തു. അങ്ങനെ എന്ത് ഫോം ചെയ്തു? നമ്മളെ ഹിമാലയൻ മൗണ്ടൻസ് ഫോം ചെയ്തു. സോ ഇതാണ് നമുക്ക് ഹിമാലയൻ മൗണ്ടൻ്റെ ഫോർമേഷനായിട്ട് പഠിക്കാവുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം മാത്രം ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹിമാലയത്തിൻ്റെ റീജിയണൽ ഡിവിഷൻസിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ചാപ്റ്ററിൻ്റെ പേര് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ അത് ഞാൻ എന്ത് ചെയ്യുക? അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.